സാർ, കാശിയിൽ ഏറെ പുരാതനമായ ഒരു കോളേജ് ഇപ്പോൾ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നു. അവർ നോട്ടീസ് അയച്ചെന്ന് കേൾക്കുന്നു. എന്താ വാസ്തവം? ശരിയാണ്. 115 വർഷം പഴക്കമുണ്ട് വാരാണസിയിലെ ഉദയ് പ്രതാപ് കോളേജ്. എല്ലാവരും വർഷങ്ങളായിട്ട് പല തലമുറകളൊക്കെ പഠിച്ചിട്ടുള്ള കോളേജാണ് ഉദയ് പ്രതാപ് കോളേജ്. അത് ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിൻ്റെ ഒരു നോട്ടീസ്, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നതാണ് ഈ കോളേജ്. ആ ട്രസ്റ്റിൻ്റെതാണ് സ്ഥലം, അതിന് രേഖകളും ഒക്കെ ഉണ്ട്. അതാണ് ഈ സുന്നി വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം അവിടെ തുടങ്ങിയിട്ടുണ്ട്. 500 ഏക്കറുണ്ട് ഉദയ് പ്രതാപ് കോളേജിൻ്റെ സ്ഥലം. ഒരു കോളേജ് മാത്രമൊന്നുമല്ല നടത്തുന്നത്, അല്ലാതെയും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളും ഒക്കെ ഉണ്ട് ഈ കോളേജിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ വകയായിട്ട്. 500 ഏക്കറിലെ ഒരു വലിയ ഭാഗം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അവിടെ ചോട്ടി മസ്ജിദ്, നവാബ് തോക്ക്, മസാറത്ത്, ഹുജ്റ എന്ന് പറഞ്ഞിട്ട് ഒരു മോസ്ക്, പഴയ മോസ്കിൻ്റെ ഭാഗമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഈ 500 ഏക്കർ പ്രോപ്പർട്ടിയുടെ അകത്താണ് ഇങ്ങനൊരു സംഗതി ഉള്ളത്. നമ്മസൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് വഖഫ് പ്രോപ്പർട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും നോക്കാനിരിക്കുകയാണല്ലോ വഖഫുകാർ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2018 മുതൽ ഈ ശ്രമങ്ങൾ വഖഫ് ബോർഡ് നടത്തുന്നുണ്ട്. അന്നത്തെ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി 2018 ആലെ അത്തിഖ് എന്ന് പറഞ്ഞ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി 1995 വഖഫ് ആക്ട് പ്രകാരം മാനേജ്മെൻറ്റിന് നോട്ടീസ് അയച്ചിരുന്നു 2018. അന്ന് ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഇത് ടോങ്ക് നവാബിൻ്റെ വഖഫ് ആണ് ഈ അകത്തിരിക്കുന്ന മോസ്ക് എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ വഖഫ് ബോർഡ് പലയിടത്തും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ ആ ഭാഗത്ത് ഏതെങ്കിലും കാലത്തൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറയും. ഇപ്പോൾ മാനാഞ്ചിറ മൈതാനം ഹൈദരാലിയുടെയാണ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് നാളെ അവിടുത്തെ കോർപ്പറേഷന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാ. ഹൈദരാലി പിടിച്ചടക്കിയതാണല്ലോ ആ പ്രദേശങ്ങളൊക്കെ. അതെ, അപ്പോൾ അന്ന് വഖഫിന് കൊടുത്താണെന്നൊക്കെ പറഞ്ഞാൽ തീർന്നല്ലേ? അതെ, അന്ന് അമ്പാടി കൊട്ടാരം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കോട്ടയ്ക്കകത്ത്, മാനാഞ്ചിറ കോട്ടയ്ക്കകത്ത് അമ്പാടി കോവിലകത്താണ് ഈ മറ്റേ ഹൈദരാലി വന്നപ്പോൾ പൂജയ്ക്കൊന്നും സമ്മതിക്കാഞ്ഞിട്ട് അന്നത്തെ സാമൂതിരി ആത്മാഹുതി ചെയ്തത്. വെടിമരുന്ന് പോലെയൊക്കെ തീ കൊടുത്തിട്ട് ആണത് ചെയ്തത്. അപ്പോൾ ഈ വക കാരണങ്ങളുമൊക്കെ പറഞ്ഞിട്ടേ ഇത് ഹൈദരാലിയുടെയാണെന്നൊക്കെ പറയുന്ന പോലെയാ. എവിടെയെങ്കിലും വല്ല നവാബും ഒക്കെ ഏതെങ്കിലും കാലം ഭരിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരു മോസ്കും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ആ സ്ഥലം നമ്മുടെയാണ് എന്ന് പറയുന്ന പരിപാടി. അത് 15 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം വഖഫ് ബോർഡിന് എന്ന് നോട്ടീസിൽ അന്നുണ്ടായിരുന്നതാണ്. അത് കോളേജ് നിരസിച്ചു. കോളേജ് മറുപടി കൊടുത്തു, ഇങ്ങനെയൊന്നുമല്ല, ഇത് ഹിവാത്ത് ക്ഷത്രിയ ട്രസ്റ്റിൻ്റേതാണ്. അപ്പോൾ സ്കൂൾ ഹിവാത്ത് ക്ഷത്രിയ സ്കൂൾ എൻഡോമെൻറ്റ് ട്രസ്റ്റിൻ്റേതാണ് ഈ സ്ഥലം. 1909 തന്നെ ഇത് ട്രസ്റ്റിൻ്റേത് ഭാഗമായതാണ്. ആ വർഷം കഴിഞ്ഞിട്ട് ഇതിൽ ആർക്കും അവകാശമില്ല. കാരണം പിന്നെ കൈമാറാനൊന്നും പറ്റില്ല, ട്രസ്റ്റിൻ്റേതായതാണ്. UN സിൻഹ, ഉദയ് പ്രതാപ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ പഴയ സെക്രട്ടറി, ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആണ് നോട്ടീസിന് മറുപടി കൊടുത്തത്. ഇതിൻ്റെ നിയമസാധുത, കോളേജിൻ്റെ പൈതൃകം, ഇതൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇത് സ്ഥാപിച്ചത് മറ്റേ ടോങ്കിലെ നവാബൊന്നുമല്ല. ഇത് സ്ഥാപിച്ചത് രാജർഷി ജുദേവ് ആണ് ഇത് സ്ഥാപിച്ചത്. രാജർഷി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന
രാജാവിനെ പറ്റിയാണല്ലോ പറയുന്നത്. രാജർഷി രാമവർമ്മ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലും ഒരാളുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ട്രസ്റ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ആളും പറഞ്ഞിട്ടുണ്ട് ഈ വിൽക്കാനോ കൈമാറാനോ പറ്റില്ല ഈ ട്രസ്റ്റിൻ്റെ സ്ഥലം. അങ്ങനെയാണ് ഡീഡിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല UP സർക്കാർ മാനേജ് ചെയ്യുന്ന സ്വത്താണിത്. ഉദയ് പ്രതാപ് കോളേജിൻ്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് UP സർക്കാരാണ്. വഖഫ് ബോർഡിന് അതിലൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കൊല്ലം മുമ്പ് വഖഫ് ബോർഡ് ഇതിൻ്റെ അകത്ത് മോസ്കിൻ്റെ അകത്ത് കുറേ പണികളൊക്കെ നടത്താനൊക്കെ നോക്കിയിരുന്നു. അതിപ്പോൾ ശ്രീരംഗപട്ടണത്തും അങ്ങനെ കുറേ പണിയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. ശ്രീരംഗപട്ടണത്തിലെ ഒരു മോസ്ക് പഴയ ആഞ്ജനേയ ക്ഷേത്രം ടിപ്പു കൺവെർട്ട് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട്. അവിടെയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ മോസ്കിൻ്റെ അകത്ത് അതിനെ തുടർന്ന് പരാതി ഉണ്ടായി. പ്രിൻസിപ്പൽ DK സിംഗ്, ഉദയ് പ്രതാപ് കോളേജിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ DK സിംഗ് പറഞ്ഞിട്ടുണ്ട് ഈ അകത്തുള്ള മോസ്കിൻ്റെ കെയർ ടേക്കേഴ്സ് ഉണ്ട്. മോസ്കിൽ നമസ്സൊന്നുമില്ലെങ്കിലും അതിൻ്റെ കൈകാര്യകർത്താക്കളായിട്ട് 1-2 പേരുണ്ട് കെയർ ടേക്കർമാർ. അവർ ഈ കോളേജിൻ്റെ വൈദ്യുതി ചോർത്തിയെടുക്കുന്നു എന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വൈദ്യുതി ചോർത്തി എടുക്കുന്നത് കൊണ്ട് വൈദ്യുതി ബില്ല് കൂടി ഡിസ്കണക്റ്റ് ആയി എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഈ ഉദയ് പ്രതാപ് കോളേജിന് വേറെയും കോളേജുകളും സ്കൂളുകളൊക്കെ ഉണ്ട് അഫിലിയേറ്റ് ചെയ്തത്. UP ഡിഗ്രി കോളേജ്, ഇന്റർ കോളേജ്, റാണി മുറാർ ബാലികാ വിദ്യാലയം, രാജർഷി ശിശുവിഹാർ, രാജർഷി പബ്ലിക് സ്കൂൾ, ഇതൊക്കെ നടത്തുന്നുണ്ട് ഈ ട്രസ്റ്റ്. 20,000 വിദ്യാർത്ഥികളുണ്ട് ആകെ ഈ ട്രസ്റ്റിൻ്റെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. 1991 ഇതിന് സ്വയംഭരണം കൊടുത്തു. അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും നോട്ടീസ് കൊടുക്കുന്ന വിവരങ്ങൾ വരുന്ന കൂട്ടത്തിലാണ് കാശിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുരാതന കോളേജ് 115 കൊല്ലം പഴക്കമുള്ള കോളേജിനും ഈ നോട്ടീസ് കൊടുത്തായിട്ട് വരുന്നത്. മറ്റേ വഖഫ് ബില്ലിൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ടല്ലോ, പാർലമെൻറ്റ് നീട്ടിയിട്ടുണ്ട്. ഇനി ബജറ്റ് സമ്മേളനമാണ് വരിക ഫെബ്രുവരിയിൽ. ആ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാനം വരെ ആ പാർലമെൻ്ററി സംയുക്ത സമിതിയുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. JPC അല്ലേ? വഖഫ് ഭേദഗതി ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത 1 മാസമല്ലേ ഉള്ളൂ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ. 2 മാസം വരില്ലേ? അല്ല, ഇതിപ്പോൾ അവസാന ദിവസമല്ലേ, ഡിസംബർ ജനുവരി. അതെ, 2 മാസം 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നീട്ടിക്കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വിജയമാണെന്നൊക്കെ ഈ വഖഫ് അനുകൂലികൾ പറയുന്നുണ്ട്. അങ്ങനെ ആഹ്ലാദിക്കാൻ മാത്രമൊന്നുമില്ല. 2 മാസത്തിൻ്റെ ഉള്ളിൽ അതിലൊരു തീരുമാനമാവും. ഈ ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കും. അതിൻ്റെ അകത്ത് ഇപ്പോൾ നായിഡുവിനോ പാസ്വാനോ ഒന്നും അതിൻ്റെ അകത്ത് എതിർപ്പൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വഖഫ് വീണ്ടും ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നല്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു സംഭവം വന്നപ്പോഴാണ് മുനമ്പത്തിലൂടെ നമ്മൾ ഇത് ശ്രദ്ധയാകർഷിച്ചത്. പക്ഷേ ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ ഏറ്റവും മുമ്പ് ഒടുവിൽ സാർ പറഞ്ഞ ഈ കാശിയിൽ വരെ ഇത് ചെന്നില്ലേ, ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയുകയും പണ്ടൊരു മുഗൾ രാജാവ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഭാഗം മുഴുവൻ ഞങ്ങളുടെയാണ്, ഈ രീതിയിൽ ഇനിയും വഖഫ് നോട്ടീസുമായി മുന്നോട്ട് പോവില്ലേ? അല്ല, വഖഫ് നോട്ടീസ് മുന്നോട്ട് പോയിട്ടാണ് ഈ മൻമോഹൻ സിംഗ് അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ 4.5 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്നത് ഈ 9.5 ലക്ഷം 9.25 ലക്ഷത്തോളം വന്നിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ നോട്ടീസ് കൊടുത്താണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതിൽ ഹൈദരാബാദിലൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ, നമ്മുടെ പാർലമെൻറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ പല സ്ഥലങ്ങൾക്കൊക്കെ നോട്ടീസ് കൊടുക്കുന്നതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഹൈദരാബാദിലെ ഹോട്ടലുകാർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി വഖഫ് ബോർഡിൻ്റെ നോട്ടീസൊക്കെ എടുത്ത് കളഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡിൻ്റെ 1995 ഭേദഗതിയിലോ മറ്റേത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ പോയി കേസ് പറയാവൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പുറത്തുമൊക്കെ ഇപ്പോൾ കേസ്, ഇപ്പോൾ ഈ പറഞ്ഞ ഹൈദരാബാദിലെ കേസ് ഹൈക്കോടതിയിലാണല്ലോ വന്നത്. മുനമ്പത്തിൻ്റെ ഒരു കേസും ഹൈക്കോടതിയിലില്ലേ, മറ്റേ ഫറൂഖ് കോളേജ്. അതെ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വഖഫ് ചെയർമാൻ സക്കീർ
അതുപോലെ തന്നെ വഖഫ് ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായ അബ്ദുൾ വഹാബ് ഇവരൊക്കെ പറയുന്നത് മുനമ്പത്തെ 12 വീട്ടുകാർക്ക് മാത്രം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് കൊടുത്താൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ശ്രമമാണ്, ഇതിലൊന്നും കാര്യമില്ല. അപ്പം വിഷയത്തെ കേരളത്തിലും ലഘൂകരിക്കാനായിട്ട് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ തന്നെ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഈ വഖഫ് ബോർഡ് 12 വീട്ടുകാർക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരേ പ്രദേശമാണല്ലോ അത്. അതെ, അതായത് ഫറൂഖ് കോളേജ് 200-200ഓളം ഏക്കർ, 400 ചില്ലുവാൻ ഏക്കർ ഉണ്ടായതിൽ പകുതി കടലെടുത്ത് പോയല്ലോ. അതെ, ബാക്കി ഫറൂഖ് കോളേജുകാർ വിറ്റു. ആ വിറ്റതിലെ 12ന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് നോട്ടീസ് കിട്ടിയെന്ന്. ആ വിറ്റവർക്ക് എല്ലാവർക്കും അത് വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും ബാധകമാണല്ലോ. 12 പേർക്ക് എന്നുള്ള പോലെ ബാക്കിയുള്ളവർക്കും ബാധകമാണല്ലോ. സർവേ നമ്പറൊക്കെ ഒന്നാണല്ലോ. അപ്പൊ ഈ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർ വീണ്ടും ശ്രമമായിട്ട് വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒരുപാട് പണി അതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജ് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതെ, അപ്പൊ ആ കള്ളത്തരം പുറത്തു വരരുതല്ലേ. ഈ വഖഫ് പ്രോപ്പർട്ടി ആണെന്നിരിക്കട്ടെ അടിസ്ഥാനപരമായിട്ട്. അല്ല, ചോദ്യം എന്താണ് എങ്കിൽ എങ്ങനെ ഫറൂഖ് കോളേജ് ഇത് വിറ്റ് കാശ് മേടിച്ചു? അവിടെ ഒരു കള്ളത്തരം നടന്നു. അപ്പോൾ ഫറൂഖ് കോളേജ് കള്ളത്തരം നടത്തിയെന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഫറൂഖ് കുഴപ്പമില്ല, ഇവർ ഈ വീട്ടുകാരെ അവിടെ നിന്ന് ഒഴിയാന്നിരിക്കട്ടെ. അപ്പോൾ ഫറൂഖ് കോളേജാണല്ലോ പൈസ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പൈസ കൊടുക്കണ്ടേ? മുസ്ലിം ലീഗിൻ്റെ വകുപ്പിലുള്ളതല്ലേ ഈ ഫറൂഖ് കോളേജ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വഖഫിൽ മൊത്തത്തിൽ ഈ കള്ളക്കളി നടക്കുന്നത് അല്ലേ കേരളത്തിൽ. അതാണ് ഈ മുസ്ലിം ലീഗിന് ഇതിൻ്റെ അകത്തൊരു താല്പര്യമുണ്ട്. മുസ്ലിം ലീഗ് മെത്രാനെ കാണാൻ വന്നില്ലേ കൊച്ചിയിൽ? വന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണ് മുസ്ലിം ലീഗ് വന്നതിൻ്റെ. ഫറൂഖ് കോളേജ് ഉത്തരം പറയണം. വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് നമ്മൾ മുഖവിലക്ക് എടുക്കുക എന്നിരിക്കട്ടെ, നമ്മൾ സമ്മതിക്കുന്നു. എങ്കിൽ ഈ വഖഫ് പ്രോപ്പർട്ടി ഈ സത്താർ സൈറ്റ് കൊടുത്തത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അതിൽ വഖഫ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്തടിസ്ഥാനത്തിൽ ഫറൂഖ് കോളേജ് ഇവർക്ക് വിറ്റ് കാശ് മേടിച്ചു? ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരും കുടുങ്ങും ഇതിനകത്ത്. പിന്നെ സംശയം എന്താ? അപ്പോൾ എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള വഖഫ്, അതായത് അടിസ്ഥാന പ്രശ്നം മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പം മുസ്ലിം ലീഗുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വഖഫ് പ്രോപ്പർട്ടിയിലല്ല, വഖഫിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നൊന്നുമല്ലോ പറയുന്നത്. ഇവർ കുടിയേറേണ്ട കാര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേ പറയുന്നുള്ളൂ, മറ്റേത് മറച്ചു വെക്കപ്പെടും. അത് പള്ളി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മോസ്കിൽ പറഞ്ഞാൽ മതി എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇത് വഖഫിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും എന്നല്ലേ പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. ഇവർ ഇതിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, പക്ഷെ തൽക്കാലം അവിടെ നിന്നോ, കുറച്ച് കഴിഞ്ഞ് വാടകയൊക്കെ തന്നോ എന്നാണല്ലോ എൻ്റെ അർത്ഥം. തട്ടിപ്പാ. ഈ തട്ടിപ്പൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഈ മെത്രാന്മാരും ഒന്നും മൊത്തം ഫ്രോഡ് പരിപാടിയാണ്. സക്കീറിന്റെ നിലപാടെന്താ? സക്കീർ പറയുന്നതും ഈ 12 വീട്ടുകാർക്ക് നൽകി, അത് മാത്രമേ ഉള്ളൂ. വീട്ടുകാരുടെ സർവേ നമ്പറില്ലേ? അതെ, ആ സർവേ നമ്പറിലല്ലേ മറ്റേതും കിടക്കുന്നേ. 2 സർവേ നമ്പർ എന്നാണ് എൻ്റെ ഓർമ്മ. അത് മുഴുവൻ വിറ്റിരിക്കുന്നത് ഫറൂഖ് കോളേജാണല്ലോ. അതെ, ഒറ്റ നിയമം അതിന് ബാധകാവുന്നത്. 12 പേർക്കാണ് നോട്ടീസ് കിട്ടിയത് എങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നോട്ടീസ് പിന്നാലെ വന്നോളൂ. അതിനൊന്നും ഒരു ന്യായമില്ല. ആളുകളെ പറ്റിക്കാൻ പറ്റുമോ? ഭൂമിയുടെ കാര്യത്തിൽ പറ്റിക്കാൻ പറ്റില്ല. ഭൂമിയുടെ കാര്യത്തിൽ പോക്കൂരു നടന്ന് നികുതി അടച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉടമസ്ഥതയിലാണല്ലോ ഇത്. ഈ 12 ആയാലും കൊള്ളാം, ബാക്കിയായാലും കൊള്ളാം. ഇവർക്ക് ഉടമസ്ഥത ഇല്ല എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലും ഒക്കെ ഇതിപ്പോൾ വഖഫ് ബോർഡിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുകയല്ലേ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ട്. അതാ സർവേ നമ്പറുള്ള എല്ലാവർക്കും ബാധകമാണത്. നിങ്ങളൊരു സർവേ നമ്പറിൽ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് മേടിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന നോട്ടീസ് ആ സർവേ നമ്പറിലുള്ള എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെയാണത്. അപ്പോൾ ഈ വഖഫ് കാശിയിൽ ഉൾപ്പെടെ ഈ കാണിക്കുന്ന കൊള്ളത്തരങ്ങളെല്ലാം ഇനി പുറത്തു വരും അല്ലേ ഇത്തരത്തിൽ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാർലമെന്റിൽ മാറ്റിവെച്ചിട്ടുണ്ടല്ലോ, അടുത്ത സമ്മേളനത്തിൽ പരിഗണിച്ചാൽ മതി എന്ന്. അതങ്ങനെയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് BJP നേതാക്കളുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് മുറുകണം, നാട്ടുകാർക്ക് മനസ്സിലാകണം. ഇത് ഇങ്ങനെയാണ് ആളുകളെ വഞ്ചിക്കുന്നത്. മറ്റേ കോൺഗ്രസ് ഇങ്ങനെയാണ് നാട്ടുകാരെ വഞ്ചിച്ചത്. മൻമോഹൻ സിംഗ് ഇങ്ങനെയാണ് നാട്ടുകാരെ വഞ്ചിച്ചത്. 123 കണ്ണായ സ്ഥലം എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ വായിച്ചു പാർലമെൻറ്റ് ഇരിക്കുന്ന സ്ഥലമൊക്കെ പെടും എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് മറ്റേ മൻമോഹൻ സിംഗ് ചെയ്തത്,
ഇന്ദിരാഗാന്ധി ചെയ്തത്. നെഹ്റു തുടക്കം മുതൽ ലോകത്ത് ഇത്രയും വഖഫ് സ്ഥലം ഒരു രാജ്യത്തും ഇല്ലല്ലോ. ഇല്ല. 9.5 ലക്ഷം ഏക്കർ വഖഫിൻ്റെ സ്വത്തായിട്ട് വേറൊരു രാജ്യത്തും ഇല്ല. സകലതും വഖഫാണ് എന്നാണ് മറ്റേ സക്കീർ നായിക്ക് പറയുന്നത്. ഈ സക്കീർ നായിക്കിനെ പറ്റി ഒരു കഥ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സക്കീർ നായിക്ക് ലണ്ടനിലോ മറ്റോ പോയിട്ട് ഒരു ടാക്സിയിൽ കയറി. അപ്പോൾ ടാക്സിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്കീർ നായിക്ക് പറഞ്ഞു ഡ്രൈവറോട്, താൻ ഈ പാട്ട് നിർത്തണം, ഖുറാനിൽ നമ്മൾ പാട്ട് കേൾക്കാൻ പാടില്ല, അത് ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി. എന്നിട്ട് സക്കീർ നായിക്കിനോട് താൻ പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രൈവർ പറഞ്ഞു, ഈ ഖുറാൻ്റെ കാലത്ത്, പ്രവാചകൻ്റെ കാലത്ത് ടാക്സി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് താൻ ഇനി ഒരു ഒട്ടകത്തിൽ സഞ്ചരിക്കാം. കറക്റ്റ് ആണല്ലോ, ഒന്നും പറയാനില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.